ഇങ്ങനെ തരിക്കുന്നുണ്ട് ഒരു 3 മാസമായിട്ട് ഒന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പോയി വന്ന് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻവിന്റെ ബാക്ക് കളിക്കുന്നത്, അൻവിന്റെ അവിടെ ബേക്കില്, എച്ചൂട്ടനുണ്ട് അവിടെ ബേക്കില്, ദേവൂട്ടനുണ്ട് അവിടെ ബേക്കില്. ആരും ഇങ്ങോട്ടേക്ക് മുമ്പിലേക്ക് വരുന്നില്ല. എച്ചൂട്ടനിന്റെ ക്യാമറ താഴെ നിന്നിട്ട് കൈയും കാലും ഇട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ ഓനാരും കാണൂല. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു രഹസ്യം പറയാനാണ് നമ്മൾ വന്നത്. ഒരുപാട് കാലങ്ങളായി നമ്മുടെ ഓരോ വീഡിയോന്റെ അകത്ത് കമന്റ് വരുന്നുണ്ട്, ഇവളെന്നാണ് ഇങ്ങനെ ക്ഷീണിച്ചു പോയത്, ഒന്നും കഴിക്കാറില്ലേ, സ്ട്രെസ്സാണോ, എന്താണ് ക്ഷീണം, എന്താണ് കഴിക്കാത്തത്, ഒന്നും കഴിക്കുന്നില്ലേ, ക്ഷീണം പിടിച്ച പോലെ ഉണ്ടല്ലോ എന്നെല്ലാം പറയാൻ തുടങ്ങിയിട്ട് കമന്റ് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇപ്പം വന്നത്. വേറൊന്നല്ല, നമ്മുടെ ആർക്ക് ഇവൻ അച്ഛനും ഇവളെ അമ്മയാവാൻ പോന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആപ്പൻ എന്ന സ്ഥാനത്ത് നിന്നും എനിക്ക് അച്ഛൻ എന്ന സ്ഥാനത്തേക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ അങ്ങനെ ഒരു സന്തോഷം എച്ചൂട്ടനായിരുന്നു നമ്മൾ ഇത്രയും കാലത്തെ ഇവിടുത്തെ രാജാവ്. ഇനി അടുത്ത എച്ചൂട്ടിന് കുറച്ചു കാലം കഴിയുമ്പോ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പോക്കാന്ന്. ചെറുത് എന്നുള്ളത് അനിയൻ എന്നുള്ള എടുക്കുന്ന ഏട്ടൻ എന്നുള്ളൊരു സ്ഥാനത്തേക്കും അൻവിക്ക് വലിയേട്ടൻ എന്നുള്ള സ്ഥാനത്തേക്കും നമ്മൾ പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നു. എന്നെ ഇത്രയും നാൾ ആപ്പൻ എന്ന് വിളിച്ചതിന് വേറെ ഇവരെ വല്യമ്മ സംഗീതാട്ടിനെ വെല്ലിച്ചൻ എന്ന് എന്നെ വിളിപ്പിക്കും. വേറെന്തോ പേര് വെല്ലിച്ചാന്ന് വിളിച്ചാൽ ഓനെന്തോ ആവില്ല. ഇപ്പൊ ഓനെ വെല്ലിച്ചാന്ന് വിളിക്കാനൊരാളാണ്. അപ്പൊ അങ്ങനെ ഒരു എല്ലാരും കമന്റിൽ കമന്റില് പിന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചു എന്താ ക്ഷീണം പിടിച്ച് ചോദിച്ചിട്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞ ലാസ്റ്റ് റിവ്യൂ കാരണം 2 ആഴ്ച മുന്നേ അല്ലേ ഇത് അറിയുന്നതിന് 2 ആഴ്ച മുന്നേ ഞങ്ങൾക്ക് പനി വന്ന് ഫുള്ള് ക്ഷീണം പിടിച്ച്. അതിനുശേഷം ഇതായി ഫുഡ് കഴിക്കല് കുറഞ്ഞ് അങ്ങനെ ക്ഷീണം പിടിച്ച്. ഫുഡ് കഴിക്കല് സമയത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി ഒരു ഇപ്പം മാസത്തിലേ പറഞ്ഞു ഇപ്പൊ 3 മാസമായി നമ്മുടെ 3 മാസത്തെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പറയാൻ കാത്തിക്കലേനു, എന്നിട്ട് പറയാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിക്കലേനു. ഇല്ല മെഗാ സീരിയൽ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഓരോ മാസത്തെ കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ പറയാ. വേണ്ടിക്കൽ ഓരോ ആഴ്ചത്തെ കാര്യങ്ങളും വേണ്ടിക്കലല്ല, അങ്ങനെയല്ല. ഇല്ല കേട്ടാ, നമ്മളങ്ങനെ പറഞ്ഞത് ഇതൊരു ഇതാക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇതെന്തായാലും നിങ്ങളോട് പറഞ്ഞല്ലേ പറ്റൂ. ഇതെന്തായാലും നമുക്ക് പറഞ്ഞേ പറ്റൂ. കാരണം കുറെ കമന്റിലും കാര്യങ്ങളിലും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആപ്പം കളിച്ച് നടന്നാ മയ്യോ അല്ലേ, അങ്ങനെ ആപ്പം കളിച്ച് നടന്നാ മയ്യോ ഒരച്ഛനാവണ്ടേ എന്നൊക്കെ ചോദ്യങ്ങൾ കുറെ കമന്റിൽ ഇങ്ങനെ വന്ന് എനിക്കിങ്ങനെ തരിക്കുന്നുണ്ട്. ഒരു 3 മാസമായിട്ട് ഒന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലേനു. അപ്പോൾ കാരണം അങ്ങനെയുള്ള ഒരു 3 ദിവസം കഴിഞ്ഞ് നമ്മളങ്ങനെ റിവീൽ ചെയ്യുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അപ്പോൾ അൻവി വലിയേട്ടനാകുന്നതിന്റെ ഒരു ത്രില്ലിലുള്ള കേട്ടോ. ചപ്പൽ വേട്ടെ ഓൻ അറിഞ്ഞിട്ട് വരില്ലാന്ന് തോന്നുന്നു കാര്യം. അങ്ങനെ പറയല എന്നിട്ട് അപ്പൊ നമ്മൾ ഈ വ്ളോഗിന് മുമ്പ് നമുക്കൊരു അല്ലേ റിവീൽ ചെയ്യുന്നത് വളരെ ഗ്രാൻഡ് ആയിട്ട് റിവീൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റേ പൊട്ടാസെല്ലാം പിടിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി അങ്ങനത്തെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, നോർമലായിട്ട് മാത്രം അല്ലേ. അപ്പൊ ഇവരെങ്കിലും സങ്കടം വലുതാവൂലോ എന്ന് വെച്ചിട്ട് അവള് ചെറുതാ. അപ്പല്ലേ വെല്ലിച്ചൻ വേണ്ട. പിന്നെ വെല്ലിച്ചൻ അവിടെ ഇന്ന് വരുന്നുണ്ട്, ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാവും വരുന്നുണ്ട്. അപ്പോ
അമ്മ രണ്ടാം ആദ്യം മൂന്നാമതാവോ മൂന്നാമത്തെ അമ്മമ്മ, മൂന്നാമത്തെ അച്ചാച്ചൻ. ബേക്കിന്ന് പുല്ലരി അമ്മമ്മ ശരിക്കായി കണ്ടോളൂ. ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് ബേക്കിലൊരാളുണ്ട്. ആടെ ഒരാളുണ്ട് കേട്ടോ, എല്ലാം ഒളിഞ്ഞു കേൾക്കുന്നതാ. എല്ലാം കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. വേണ്ട മോനെ, കാണിക്കണ്ട മോനെ. അൻവിന് അവരെ കാണിച്ചു കൊടുക്ക്, അവരെ കാണിച്ചു കൊടുക്ക്. വീടുന്ന് ഒരേ കളി കേട്ടോ, ബേക്കിൽ തന്നെ. ഇതാ തെച്ചൂട്ടനാടാ, ദേവൂട്ടന് വീടാ. തെച്ചൂട്ടാ മോനെ മാങ്ങിയൊന്നും ആയില്ല അതിന്റെ മുകളിൽ നിന്ന് പറിക്കേ കേട്ടാ. ഇക്കി എന്തുപോലത്തെ ഹെലികോപ്റ്റർ പോലത്തെ ഒരു എന്തുപോലത്തെ ഹെലികോപ്റ്ററാ? അന്ന് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാല് നല്ല ആളാ തോന്നിച്ചല്ലേ. സംഭവം നമ്മളിത് ആദ്യം മനസ്സിലായാലും നമ്മൾ ഇവരോട് പറഞ്ഞത് തന്നെ, നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയി എല്ലാം കൺഫേം ചെയ്തിട്ട് വന്നിട്ട് പറയുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ ആശുപത്രി പോയിട്ട് നമ്മൾ പറഞ്ഞ് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വേറെന്തോ പറഞ്ഞിട്ട് നമ്മൾ പോയത്. കാരണം ഇവിടെ മൊത്തത്തിൽ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ പോയി വന്ന് നമ്മൾ ഇവരോട് ആരോടും പറഞ്ഞില്ല. അല്ല നമ്മളൊന്ന് കൺഫേം ആക്കിട്ട് പറയാ, നമ്മൾ കൺഫേം ആക്കിട്ട് ഇവര് ഞെട്ടിപ്പോയി ശരിക്കും. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടല്ലേ ഞെട്ടുമ്പോ ഇവരോട് പറഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഒന്നും ഓർമ്മിച്ചില്ല. അപ്പാട് അങ്ങനെ പറഞ്ഞു സന്തോഷം വരുമ്പോഴത്തെ കട എന്നാ പറഞ്ഞിട്ട് വീട്ടിലിപ്പോ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ജനസംഖ്യ വർധനവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണ് അല്ലേ. ഒച്ചപ്പാട് കൂടി കൂടി വരുത്താണ്. ഇത്രയും നാള് താഴത്തെ നിലയിൽ താഴെ മാത്രമേ ഒച്ചപ്പാടും ബഹളം ഉണ്ടായുള്ളൂ. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ മുകളിലും കൂടി ഒച്ചപ്പാടായി. വീട് മൊത്തം ഒച്ചപ്പാടാവും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ. അങ്ങനെ 2-3 ആവുന്നു. നമ്മൾ ഇത്ര നാളും സുഖമായിട്ട് അങ്ങനെ പറയണ്ട, ഒന്നും ചിന്തിക്കണ്ട. നടന്നു എല്ലാരും പറഞ്ഞത് ഉദ്ദേശിച്ചത് സുഖമായി അടിച്ചു പൊളിച്ച് നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചക്കരി നോക്കി സുഖമായി ഒരാൾ ഉറങ്ങുമ്പോ അടുത്ത എണീക്കുന്നത് നമ്മളിങ്ങനെ കൂളായിട്ട് വാതിൽ തുറന്ന് രാത്രി വണ്ടി ഇവരും പറയലുണ്ട്, ഇവരും കമന്റിൽ പറയലുണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു. അപ്പൊ ഇനി അടിച്ചു പൊളിക്കുന്നതല്ലേ, ഒരാളും കൂടി ആയിന്നല്ലേ ഉള്ളൂ. ഇവിടെ കുട്ടി ഇത് വേറൊരു നമ്മളിങ്ങനെ വെറുതെ ഒരു റീല് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സംഭവങ്ങളും കൂടി റെഡിയാക്കാനുണ്ട്. നിങ്ങൾ ഞെട്ടും കണ്ടാല്, ചിലപ്പോൾ ഞെട്ടിയിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവും അല്ലെ. ഇവിടെ ഐഡിയ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വലിയ ഞെട്ടാൻ സാധ്യത ഇല്ല. അപ്പൊ സംഭവം കുറച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ വലിയതൊന്നുമില്ല, നമ്മളായിട്ട് കുറച്ച് ചെറുത് നമ്മൾ തന്നെ എടുക്കുന്നല്ലേ. അതേ ഉള്ളൂ. ഇത് നെറ്റിക്കല ചന്ദനല്ല കറുത്ത കുറിയെല്ലാം തൊട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വലിയേട്ടൻ ആകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് അൻവീതുള്ളത്. എന്തെങ്കിലും അറിയോ ഇവിടുത്തെ സംഭവം? അപ്പൊ നമ്മളെന്നാ പറഞ്ഞറിയാ എന്നാ പറഞ്ഞ എന്നാ പറ. വെല്ലിച്ചൻ എന്നാ പറഞ്ഞ? ഏത് വെല്ലിച്ചേ? നിന്റെ അച്ഛൻ വെല്ലിച്ചനാകാൻ പോകുന്നാ പറഞ്ഞേ. നിന്റെ അമ്മ വെല്ലുമ്മയാകും. ഒരാളും കൂടി വരാൻ പോകുന്നു, മനസ്സിലായാ? തെച്ചുകൂടനെ പോലെ വേറൊരാളും കൂടി വരാൻ പോകുന്നു, അറിയാ? മനസ്സിലായിനാ? അല്ല പണ്ട് അവരോട് അമ്മയുടെ വയറ്റില് ഭാവിയുണ്ടോ, പണ്ട് കുറച്ച് ചെറുതായ അങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിക്കണ്ടേ അല്ലേ? നീ കുറച്ചും കൂടി അടിച്ച സമയത്ത് ഇത് പിടിച്ച് വെച്ച ചങ്ങല കിട്ടാ പോലെയുള്ളൂ. പൊയ്ക്കോ ഓരോന്നും പറയാനില്ല പോലും. ഇതാണ് ഇവളുടെ ഐഡിയ എന്ന് പറഞ്ഞത്. ഈ കാണുന്നത് ഞാൻ, ഇതാണ് പോലും ഇവള് അല്ലേ? അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സാധനം കൂടിയുണ്ട്. ഇത് വെച്ചിട്ട് ഈ ഒരു ചെറിയൊരു ഈ ഒരു സന്തോഷം നമ്മളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഉള്ളൊരു വീഡിയോ ഇത്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അച്ഛനാകാൻ പോകുന്നു, അമ്മയാകാൻ പോകുന്നു. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് വന്നത്.
അപ്പോൾ ഓക്കെ അല്ലേ